എൻ്റെ പേര് സായി കൃഷ്ണൻ. എൻ്റെ ചാനലിൻ്റെ പേര് സീക്രട്ട് ഏജന്റ്. സായി കൃഷ്ണൻ ഈസ് എ റിയാലിറ്റി ആൻഡ് സീക്രട്ട് ഏജന്റ് ഈസ് എ മിത്ത്. മിത്ത് റിയാലിറ്റി ഇതാണല്ലോ ഇവിടുത്തെ ഒരു അടി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിശ്വാസം, ഒരാളുടെ വിശ്വാസം, ഓക്കെ, ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ പവറിലുള്ള ഒരു വിശ്വാസം, അത് അയാളുടെ താല്പര്യമാണ്. അയാൾ അതിൽ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത്. അതിനുള്ള എല്ലാ റൈറ്റ്സും ഇന്ത്യയിലെ ഒരു പൗരനുണ്ട്. ഓക്കെ, പിന്നെ സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ഉരുള എടുത്ത് മിണുങ്ങൽ, ചാണകത്തിൽ കുളി, ഒരുപാട് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റും. ഓക്കെ, അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ, അതായത് വിശ്വാസമാവാം, അന്ധവിശ്വാസം. ഒരു വിശ്വാസത്തിൽ ഭയങ്കര അന്ധമായിട്ട് ചിന്തിച്ച് അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പോവാതിരിക്കുക. അതിന് സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ നിയമപരമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീക്കർ ഷംസീർ മൂപ്പരുടെ പ്രസംഗം, ഇപ്പം ഞാൻ അന്ന് എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ വീഡിയോ ആണെങ്കിൽ പോലും മൂപ്പർ ഒരു വേദിയിൽ ഒരു മതത്തിനെ കുറിച്ചിട്ട് അത് മിത്താണോ അല്ലെങ്കിൽ മിത്തല്ലേ എന്നൊന്നും പറയുന്നത്, അത് മിത്തല്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുമ്പോൾ വേറൊരു വേദിയിൽ കുട്ടികളുടെ മുന്നിൽ വന്നിട്ട് മിത്ത് പോലത്തെ ഒരു സംഭവമാണ് ഗണപതി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. പിന്നെ ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, ഷംസീർ എന്ന് പറഞ്ഞ പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നോക്കണ്ട, ഇനി അങ്ങോട്ട് മറ്റേ നമ്മുടെ ശബരിമല വേർഷൻ 2 എന്താണെങ്കിലും നാട്ടിൽ അതിനാണ് NSS ഇറങ്ങിയിട്ടുള്ളത്. NSS കൊണ്ട് പ്രത്യേകിച്ച് വേറെ നായന്മാർക്കൊന്നും ഉപകാരമില്ല. ഇമാതിരി പരിപാടികളാകുമ്പോൾ ഹിന്ദുക്കളെ മൊത്തത്തിൽ ഞങ്ങളാണ് ഹിന്ദുക്കളുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന NSSൻ്റെ നേതാക്കന്മാരോട് ഒന്നും പറയല്ല. അമ്മാതിരി അവസ്ഥയാണ് അവരുടെ ഒരു, അതങ്ങനെയാണ്. ഞാൻ പറയുന്നതിന് എത്ര പേര് യോജിക്കുന്നു എനിക്കറിയില്ല. ബട്ട് ഞാൻ പറയുന്നത് NSS കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭൂരിഭാഗം നായന്മാർക്കും പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. ഇനി അടുത്തത് യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി എല്ലാവരും കൂടി ഇങ്ങേരെ തലയിൽ പോയി കയറാൻ നിൽക്കും. കാരണം അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളത്. ദേവസ്വം മന്ത്രി ഇനി മിത്തിസം മന്ത്രി, ഭണ്ണാരപ്പണം മിത്തുമണി, സലീം കുമാർ. സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ്, വളരെ ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും സർക്കാസം പിടിച്ചൊരു പോസ്റ്റാണ്. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഭരണ സിരാ കേന്ദ്രങ്ങളിൽ നിന്നും തന്നെയാണ്. മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ റിയാലിറ്റിയുടെ വിജയത്തിനു വേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയെ മിത്തിസം വകുപ്പ് മന്ത്രി എന്ന് വിളിച്ച് തുടങ്ങണം. ഭണ്ണാരത്തിൽ നിന്നും കിട്ടുന്ന പണത്തെ മിത്തുമണി എന്നും വിളിക്കണം എന്നാണ് എൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് സലീം കുമാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ആക്ച്വലി ഇത് കാണുമ്പോൾ പലർക്കും ഭയങ്കരമായിട്ടുള്ളൊരു കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വരും. ചിലർ ഇതിനടിയിൽ കമൻറ്റ് ഇട്ടിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെ, അതായത് ഇങ്ങനൊരു പോസ്റ്റ് സലീം കുമാർ ഇടാൻ കാരണം സലീം കുമാർ കോൺഗ്രസ്സുകാരനാണ് എന്നാണ്. വേറൊരാൾ കമൻറ്റ് ഇട്ടുള്ളത് ഫൺ കൂടി കാവിക്കളസം പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം കാവിക്കളസം ഇട്ട ഒരു BJP-ക്കാരനാണ് നമ്മുടെ സലീം കുമാർ എന്നും പലരും പറയുന്നുണ്ട്. പിന്നെ ഓബ്വിയസ്ലി അറിയാലോ, ഇവിടുത്തെ കമ്മികൾ വെറുതെ ഇരിക്കില്ല, ക്യാപ്സ്യൂളായിട്ട് ഇറങ്ങും. ഓക്കെ, കമ്മികൾ തന്നെയാണ് ഈ പറഞ്ഞ സലീം കുമാറിനെ കോൺഗ്രസ് ആക്കുന്നതും BJP ആക്കുന്നതും എല്ലാം. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സലീം കുമാറിൻ്റെ പഴയ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. സലീം കുമാർ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. ഓക്കെ, വിശ്വസിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പം പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. പക്ഷേ സലീം കുമാർ ഈ പറഞ്ഞ നമ്മുടെ മാതാമൃതാനന്ദമയി ഫോളോവറാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അയാളുടെ താല്പര്യം. അമ്പലങ്ങൾ, ദൈവങ്ങൾ, കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊരു വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ് സലീം കുമാർ എന്നുള്ളത് വെരി എവിഡൻ്റ് ആണ് സലീം കുമാറിൻ്റെ ഒരു വീഡിയോ ഒന്ന്. ഓക്കെ, പക്ഷേ സലീം കുമാറിന് വിശ്വാസമില്ലെങ്കിൽ പോലും സലീം കുമാർ ആരുടെയും വിശ്വാസങ്ങളിലേക്ക് കടന്നു ചെല്ലാറുമില്ല. ഇതിപ്പോൾ ആക്ച്വലി ദേവസ്വം മന്ത്രി ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, വേറെ പാർട്ടീൻ്റെ ആൾക്കാരൊക്കെ മാസ്റ്ററൊക്കെ വന്ന് വൻ ഡയലോഗാണ്. ഷംസീർ വന്നിട്ട് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് പോയി. ദേവസ്വം വകുപ്പ് മന്ത്രി ഞാൻ മൗനവ്രതത്തിലാണ്. അതെന്താണെന്ന് വെച്ചാൽ അതാണ്, അവിടെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ബ്രില്യൻസ് കിടക്കുന്നത് സലീം കുമാറിൻ്റെ. കാരണം
റിയാലിറ്റി അല്ല, എല്ലാം മിത്താണെന്ന് പറയുമ്പോൾ ആളുകൾ ഈ മിത്തിൽ വിശ്വസിച്ചിടുന്ന പൈസ നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് വേണ്ടേ എന്നുള്ള കൃത്യമായ ചോദ്യമാണ് അവിടെ സലീം കുമാർ ചോദിക്കുന്നത്. ആ ചോദ്യം കാരണം അയാളെ നിങ്ങൾ പിടിച്ചിട്ട് കാവിക്കളസോ അല്ലെങ്കിൽ കോൺഗ്രസോ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ മണ്ടത്തരം ഞാൻ പറയുള്ളൂ. ഓക്കെ, ഈ സലീം കുമാറിൻ്റെ ഇൻ്റർവ്യൂവിൽ 2-3 ബിറ്റുകൾ ഞാൻ വയ്ക്കാം. പഴയൊരു ഇൻ്റർവ്യൂ, സൈന സൗത്തിൽ വന്ന ഇൻ്റർവ്യൂ ആണ്. അതിലെ കുറച്ച് ഭാഗങ്ങൾ അവിടെ വയ്ക്കാം. വിശ്വാസി അല്ലല്ലോ, പക്ഷേ അല്ല ഈശ്വര വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെ അന്ധവിശ്വാസം ഒന്നുമല്ല. ഞാൻ പണ്ട് അമ്പലത്തിലൊക്കെ പോയിരുന്നു, ഇപ്പൊ അതും പോവാറില്ല. ഇല്ല അപ്പൊ പോവാറില്ല. കാരണം കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഏത് ഇത്തരം ആരാധനകളൊക്കെ. അതെ, ഇതൊക്കെ ഞാൻ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോയിരുന്ന ആളാണ്. 18 വർഷം ശബരിമലക്ക് പോയിരുന്ന ആളാണ്. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഒരു 5-8 കൊല്ലത്തോളമായി. വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളൊരു നിലവിളക്ക് ഈ ഫോട്ടോന്റെ മുമ്പിൽ വെച്ച് കത്തിക്കുക, ഒരു ചന്ദനത്തിരി കത്തിക്കുക, ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പോൾ ഓരോരോ ആചാരങ്ങളാണ്. അപ്പോൾ ഈ ആളുകൾ ആചാരം മൂത്ത് ഈ ഭക്തി മൂത്ത് എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള മതത്തിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ്. ആ ദൈവമൊന്നും ഒരിക്കലും ഇറങ്ങിയൊന്നും പറഞ്ഞിട്ടില്ല, നിർത്തുന്നു പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാവരും ചോദിച്ചാൽ ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ഈ പവർ ഒന്ന് പറയണ്ടേ, ഇത് ഞാനാണ് നിങ്ങൾ തല്ലിടിച്ച് നിർത്താനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മതത്തിന്റെ പേരിൽ തന്നെയാണ്. ഇങ്ങനെ പറയുന്ന ഒരു സലീം കുമാറിനെ നിങ്ങൾ എങ്ങനെ കാവിക്കളസമാക്കും എന്നുള്ളൊരു ചോദ്യമല്ലേ. പിന്നെ ഈ പറയുന്ന സലീം കുമാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ചില വിശ്വാസങ്ങളൊക്കെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. അത് ഈ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കി ഗവൺമെൻറ്, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഷംസീറിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറയണ്ടായിരുന്നു, നിങ്ങളൊരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ലെറ്റ്സ് സേ നിങ്ങളൊരു മിനിസ്റ്ററാണ്. നിങ്ങളാണ് ഇവിടെ സയൻറ്റിഫിക് ടെമ്പർ നിങ്ങൾ കീപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനുള്ള പരിപാടികൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ വായയ്ക്കൊരു ടെമ്പർ കീപ്പ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, എവിടെ എന്ത് എപ്പോൾ എങ്ങനെ പറഞ്ഞു. ഷംസീറിൻ്റെ കേസിൽ പറ്റിയത് അതാണ്. ഷംസീറിൻ്റെ കേസിൽ പറ്റിയത് പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി പണ്ട് പറഞ്ഞൊരു കാര്യം മുതൽ കുറച്ചധികം കേസുകളുണ്ട്, ഞാനത് വരിക്ക് വയ്ക്കാം. അവിടുത്തെ ആ ഒരു നരേന്ദ്രമോദീൻ്റെ ഒരു പഴയ സ്പീച്ചിൽ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി ഗണപതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നു. പിന്നെ അതിങ്ങനെ ഓരോരുത്തർ ഏറ്റെടുക്കുന്നു. അതിന് മുമ്പും നെഹ്റുയുടെ ഏതോ ഒരു റൈറ്റിങ്ങിൽ ഇതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ആസ് എ പൊളിറ്റീഷ്യൻ ഹിസ്റ്ററി എന്താ, അല്ലെങ്കിൽ മുന്നത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞും പഠിച്ചും റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്ന ഷംസീറിന് ചിലപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും. പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷംസീറിൻ്റെ പഴയ ഒരു പോസ്റ്റും ഷംസീർ എന്ന് പറഞ്ഞ പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാളും, ഇതാണ് ഷംസീറിന് എതിരെ തിരിയുന്നത്. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഷംസീർ പറഞ്ഞ കാര്യത്തിൽ, ഞാൻ അന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷംസീർ പറഞ്ഞ ഒരു കാര്യത്തിൽ എവിടെയും ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ അവഹേളിച്ചിട്ടില്ല. അത് ക്ലിയറാണ്. ഇനി ഏത് കേസിന് പോയാലും അതിലൊന്നും നടക്കാൻ പോണില്ല. അതിലൊരു മോശപ്പെട്ട കാര്യം ഷംസീർ ഉപയോഗിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ഷംസീർ പറഞ്ഞത് എന്താ, പഠിപ്പിക്കുന്ന സമയത്ത്, കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്, പ്ലാസ്റ്റിക് സർജറി പഠിപ്പിക്കുന്ന സമയത്ത് എന്തിന് ഈ പറഞ്ഞ ഗണപതിയെ ഒരു എക്സാമ്പിളായിട്ട് വെക്കുന്നു? അതൊരു സയൻറ്റിഫിക് ടെമ്പറിന് എതിരാണ്. അതൊരു അങ്ങനെ പഠിപ്പിക്കുന്ന ഡേഞ്ചറാന്ന് തന്നെയാണ് പറയുന്നത്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഓക്കെ, പക്ഷെ അത് പറയുമ്പോൾ ഇപ്പോൾ ശശി തരൂർ പറഞ്ഞു, നരേന്ദ്രമോദി പറഞ്ഞു, ശശി തരൂർ പറഞ്ഞപ്പോൾ ഒച്ചുണ്ടാക്കാത്തവർ ഷംസീർ പറയുമ്പോൾ ഒച്ചുണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ഒരു സംശയം വരുന്നത്, ശശി തരൂർ പറഞ്ഞിട്ട് ഒച്ചുണ്ടാക്കാത്തവരും ഏറ്റുപിടിക്കാത്തവരും ഈ പറഞ്ഞ ഷംസീർ പറയുമ്പോൾ ഏറ്റുപിടിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഷംസീർ പറഞ്ഞ സാധനം പ്രോപ്പറായിട്ട് കൺവേ ആയിട്ടില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. ഷംസീർ പറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് ആ സാധനം കൃത്യമായിട്ട് കൺവേ ആയില്ല. അല്ലെങ്കിൽ ഷംസീർ എന്ന് പറഞ്ഞ പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ബാക്കി പാർട്ടിക്കാർ ഇത് ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരാണ് NSS ഇറങ്ങിയപ്പോൾ ഇതാ ചാടിപ്പിടിച്ച് ഇറങ്ങിയിട്ടെന്നല്ലേ. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് സലീമേട്ടൻ്റെ വേറൊരു വീഡിയോയ്ക്ക് കൂടി വരാം. 2 വീഡിയോ ഉണ്ട്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടു വന്നിട്ടുള്ളത് അത് ഈ നൂറ്റാണ്ടിൽ നടക്കുന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ, സാക്ഷര സമ്പന്ന കേരളത്തിലാണ് നടക്കുന്നത്. ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ശത്രു സംഹാരം, പുഷ്പാഞ്ജലി നടത്തുക, എന്തൊക്കെയാണ്. ഒരിക്കലും ഒരു സലീം കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? ഇപ്പൊ
അല്ല സലിംകുമാർ എന്നല്ല മനുഷ്യരായിട്ട് ജനിച്ചാർക്കും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. ആൾക്ക് അംഗീകരിക്കാൻ പറ്റണം. ശത്രു സംഹാര പൂജേനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ കണ്ട അതും കൂടി ഇതിന്റെ ഇടയിൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ കണ്ടതിൽ ഏറ്റവും ടോപ്പ് വിറ്റ് പരിപാടിയാണ് ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജി സുകുമാരൻ നായർ, NSSന്റെ ജി സുകുമാരൻ നായർക്കെതിരെ ഷംസീറിന് വേണ്ടി ഒരാൾ ശത്രു സംഹാര പൂജ കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കാണണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് വേണ്ടി അത് കുത്തിപ്പൊക്കി സമുദായങ്ങളിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഒരു ശത്രുവാണെന്ന ഭാവം കൊണ്ടുപോകുന്ന സമുദായ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനവുമായി കുത്തിപ്പഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബഹുമാന്യനായ സുകുമാരൻ നായർ സാർ പറഞ്ഞു രാവിലെ അമ്പലത്തിൽ നിന്ന് തൊഴുവണം അർച്ചന നടത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് AM ഷംസീറിന് വേണ്ടി ശത്രു സംഹാര അർച്ചന നടത്തിയിട്ട് തിരികെ പോകുന്നു. സമുദായം വേറെ, രാഷ്ട്രീയം വേറെ. ഈ സമുദായ ശ്രദ്ധയെ രാഷ്ട്രീയം കൂട്ടിക്കലർത്താൻ പാടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് നാട്ടിൽ അരാജകത്വവും വർഗീയതയും കൊണ്ടു നടക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് രാവിലെ കൊട്ടാരം ഗണപതിയമ്പലത്തിൽ വന്ന് AM ഷംസീറിന് വേണ്ടി അർച്ചന നടത്തി തിരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് മതം, ഞങ്ങളെ മതത്തിന് ഞങ്ങളാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമാതിരി പ്രതികരണങ്ങൾ കിട്ടും. ഓക്കെ, അത് കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മുതലെടുപ്പാണ്. സുകുമാരൻ നായരൊക്കെ ഇന്നലെ ചെയ്തത് നല്ല മുതലെടുപ്പ് പരിപാടി. ഞാൻ പറഞ്ഞല്ലോ ശബരിമല വേർഷൻ 2 കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി നിങ്ങൾ എങ്ങനെയും വർക്കൗട്ട് ആക്കിക്കോ. പക്ഷെ നാട്ടിൽ സ്വൈരമായിട്ട് ഡേ ടു ഡേ ലൈഫ് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നായർ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇതൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോധം വേണ്ടി. നാട്ടിലെ ആളുകൾ ജീവിച്ച് പോണ്ടേ. ഷംസീർ പറഞ്ഞു, ഷംസീർ പറയുന്നു ഞാൻ പറയാനുള്ള റീസൺ ഇന്ന കാരണങ്ങളാണ് എന്നുള്ളതും ഷംസീർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരാം. ഇനി സലീം കുമാറിൻ്റെ ഇതിപ്പോൾ എയർ കയറ്റുന്നത് സലീം കുമാറിനെയാണ്. അതിനിടയിൽ കംപ്ലീറ്റ് എയർ കയറ്റലാണ് സലീം കുമാറിന്. സലീം കുമാറിൻ്റെ വേറെ വീഡിയോ കൂടി വയ്ക്കാം. ഞാൻ ഇവിടെ വീട് ഇപ്പം ഈ വീടായിരുന്നു ആദ്യത്തെ 2 നില വീട്. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. അപ്പോൾ വീട് പണിതപ്പോൾ ആളുകൾ പറഞ്ഞു കുഴപ്പമാണത്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ 2 നില വീട് വന്നിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ദേവി എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവി എന്ന് ഭദ്രകാളിയാണ്, പരമേശ്വരന്റെ മോളാ, സാക്ഷാൽ തൃക്കണ്ണൻ പരമേശ്വരന്റെ മകള്. ഈ ഊച്ചാളിയായ സലികുമാർ ഒരു 2 നില വീട് കേട്ടണേ അസൂയപ്പെടാങ്കിൽ ഞാൻ വെച്ച് എന്താണ് അവരെന്താണ് അങ്ങനെ ഒരുത്തൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശുണ്ടെങ്കിൽ 2 നില ഒരാഗ്രഹം 2 നില വീട് കയറ്റണേന് ഈ 3 ലോകങ്ങളും അടക്കി വാഴുന്ന, അതായത് റിലയൻസ് അംബാനിനേക്കാൾ എത്രയോ ഇരട്ടി ഇതിന്റെ ആസ്തിയുള്ള ആളാണ്. ഈ ലോകം മുഴുവൻ കാൽച്ചുള്ള പരമേശ്വരന്റെ മകള് എൻ്റെ അടുത്ത് വന്നിട്ട് അസൂയ കുത്തിയിട്ട് എന്നെ ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വിശ്വസിച്ചു. പ്രളയം വന്നു 2018. ഈ ഫുൾ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ 50 പേരുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവം ശിക്ഷിച്ച അവൻ്റെ വീട്ടിലാണ് എല്ലാവരും 2018 3 ദിവസം താമസിച്ചൂടെ. ഇതാണ് ഇത്രയേ ഉള്ളൂ അവസ്ഥ. അതായത് ഇവിടെ ഒരാളെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനും വേണ്ടി വിശ്വാസങ്ങളും ദൈവങ്ങളെയും പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് സലീം കുമാർ എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനത്തെ സലീം കുമാർ സർക്കാസ്റ്റിക് ആയിട്ടൊരു സാധനം ഇടാൻ കാരണം സർക്കാർ ഈ പറഞ്ഞ അമ്പലങ്ങളിൽ നിന്ന് പൈസ എടുത്ത് അത് ഖജനാവിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടൈമിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരാളൊരു ഷംസീർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഷംസീർ പറഞ്ഞ ഒരു കാര്യം അതൊരു റോങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിലാണ് ആളുകൾക്ക് കിട്ടിയത് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ആ പാർട്ടിക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ട്രൈ ടു ക്ലാരിഫൈ ഇറ്റ്. അത് ക്ലാരിഫൈ ചെയ്യണം. അല്ലാതെ ഇന്നലെ വന്നിരുന്ന് എന്തോന്നടി മറ്റേ മാസ്റ്ററൊക്കെ പറഞ്ഞത്, ഞാൻ അത് വെക്കുന്നില്ല അതിൻ്റെ സാധനം ഞാൻ അതിലെടുത്തിട്ടില്ല. മൂപ്പരോട് ഇന്നലെ ഗണപതിനെ ചോദിച്ചപ്പോൾ മൂപ്പര് 1 ഡയലോഗ് മിത്ത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂപ്പര് കിടന്ന് പേരുണ്ട്. അവിടേക്ക് കൃത്യമായ പൊളിറ്റിക്സുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ പൊളിട്രിക്സ് ആണ്. ഇതൊക്കെ പൊളിട്രിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 2-3 വേറെ കാര്യങ്ങൾ വെക്കാനുള്ളത്.
ഒന്ന് രാഹുൽ ഈശ്വർ, ഇങ്ങനത്തെയൊക്കെ ചർച്ച ഉണ്ടാകുന്ന സമയത്ത് ഓടിക്കേറി വരുന്ന ഒരാളാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ എന്തായാലും പ്ലേ ചെയ്യാം. രാഹുൽ ഈശ്വറിനെതിരെ NSSും ബാക്കിയുള്ള ഹിന്ദു സംഘടനകളൊക്കെ പോവുമോ ഇനി അടുത്തത് നമ്മുടെ മോദിജി പറഞ്ഞ കാര്യം ആദ്യം തന്നെ ഉടനെ വെച്ചേക്കാം. ഓക്കെ, ജി എന്താ പറഞ്ഞ നോക്കാം. हो सकता है कर्ण के संबंध में किसी के मन में सवाल हो कि भाई शायद मोदी जी ने कहा, लेकिन उतना तो वर्णन नहीं है. अब हम प्लास्टिक सर्जरी को देखें. मुझे लगता है कि दुनिया में सबसे पहली प्लास्टिक सर्जरी शरीर मनुष्य का और माथा हाथी का, गणेश जी का निर्माण. ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഇന്ന് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന വ്യക്തി, പണ്ട് അദ്ദേഹം ഇപ്പോഴും അതന്നെയാണ് വിചാരിക്കുന്നത്, പണ്ട് മുതലേ മൂപ്പർ അതന്നെയാണ് മൂപ്പരുടെ ഒരു ഇന്നർ ഇതിൽ മൂപ്പർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗണപതിയാണ് ഫസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുള്ള മനുഷ്യൻ. ഇങ്ങനെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അന്ന് മുതലേ വിചാരിച്ചതും ഇപ്പോഴും അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചിട്ട് ചിന്തകൾ മാറാൻ സാധ്യതയില്ല. ഇതിൽ നമ്മുടെ ശശി തരൂരിൻ്റെ ഒരു റിപ്ലൈ ഉണ്ട്. Like our Prime Minister saying that Ganesh's head on a human body shows that we did plastic surgery. I mean, the fact is, you imagine the smallest imaginable elephant head and the largest imaginable human neck, and you tell me, is it even possible to think of that as an actual action, as an actual transplantable commodity? No. അത്രേ ഉള്ളൂ. ശശി തരൂർ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ടാണോ ഇനി ഇവിടെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാവാത്തതെന്ന് അറിയില്ല. ഒരു ചെറിയൊരു ബുദ്ധിക്കെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ആനയുടെ തല വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ തലയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ അത് മാച്ച് ആവും എന്നുള്ളത് സ്മോളസ്റ്റ് ഇമാജിനേഷനിൽ പോലും അത് റെഡിയല്ല. അപ്പം ഇതൊക്കെ ഇവിടെ ഈ ആളുകൾ പറയുന്നു സംസാരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഷംസീറിൻ്റേതായിട്ടുള്ള ഒരു ടോണിൽ ഈ കാര്യങ്ങൾ സംസാരിച്ച്. ഇനി ഇതും പോട്ടെ, രാഹുൽ ഈശ്വരും പോട്ടെ, നമ്മുടെ ശശി തരൂരും പോട്ടെ, വേറൊരാളെ ഞാൻ ഇവിടെ വയ്ക്കാം, രംഗാ ഹരി. ഓക്കെ, ശ്രീ രംഗാ ഹരിജി ഈസ് എ സീനിയർ പ്രചാരക് ആൻഡ് ഹൈലി റെസ്പെക്റ്റഡ് തിങ്കർ ഓഫ് RSS. ഹി വാസ് ഇൻ ജയിൽ കേരള ഫ്രം December 1948 to April 1949. സെൻട്രൽ ജയിൽ ആസ് എ സത്യഗ്രഹി demanding lifting on the ban of RSS. He became a പ്രചാരക് in 1951 after finishing his graduation in Cochin. ഓക്കെ, RSS പ്രചാരകാണ് ഇദ്ദേഹം. ഓക്കെ, സത്യാഗ്രഹമൊക്കെ കടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ. ഭാരതം വളരെ പഴയ രാഷ്ട്രമാണ്, നല്ല പുരോഗമിച്ച രാഷ്ട്രമാണ് എന്നൊക്കെ പറയുമ്പോൾ സ്യൂഡോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഉദാഹരണത്തിന് വാൽമീകി രാമായണത്തിൽ പുഷ്പക വിമാനമുണ്ട്. അതുകൊണ്ട് എയറോനോട്ടിക്സും ഏവിയേഷനും ആ കാലത്തെ മുതൽ ഭാരതത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം സയൻസ് എന്ന് പറയുമ്പോൾ ഒരു ദിക്കിൽ പരീക്ഷിച്ച് വിജയിച്ച കാര്യം അതേ കണ്ടീഷൻസും ഫോർമുലയും വെച്ച് വേറൊരാൾക്കും ചെയ്യാൻ സാധിക്കണം. ഒരു മൊണോപ്പൊളി ഇല്ലാതിന് റിപ്പീറ്റിഷൻ സാധിക്കണം. ആ റിപ്പീറ്റിഷൻ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു ദിക്കിൽ കിട്ടിയത് എല്ലാ ദിക്കിലും കിട്ടാൻ സാധിക്കണം. സയൻസിൻ്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം വാസ്തവത്തിൽ പുഷ്പക വിമാനത്തിൽ കാണുന്നില്ല. ഈ കുബേരൻ്റെ കയ്യിൽ തന്നെ പിന്നെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, പിന്നെ രാമൻ്റെ കയ്യിൽ കിട്ടി. രാജ്യം അഭിഷേകം കഴിഞ്ഞിട്ട് അദ്ദേഹം അത് കുബേരൻ്റെ കയ്യിൽ തിരിച്ചയച്ചു. അപ്പോൾ വാൽമീകി രാമായണം വായിച്ചാൽ ആകെ മുഴുവനും അയോധ്യ മുതൽ ലങ്ക വരെയുള്ള വാസ്റ്റ് ലാൻഡിൽ ഒരൊറ്റ എണ്ണം കാണുന്നു, റിപ്പീറ്റേഷൻ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ പറക്കാനുള്ള ഗുണം എന്നുള്ളതെടുത്തിട്ട് ഇന്ന് പറക്കാനുള്ള എക്സ്പെരിമെൻ്റ് നടത്തി വിജയിച്ച് ഈ എയറോനോട്ടിക്സ് കണ്ടുപിടിച്ച ആളുകൾ നോക്കുമ്പോൾ എന്നാൽ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നതില്ലേ സ്യൂഡോ സയൻസാണ്. അത്രേ ഉള്ളൂ. അതായത് ഷംസീർ ആണെങ്കിലും പറയാൻ ഉദ്ദേശിച്ചത്
ഈ ഗണപതി ലോർഡ് ഗണപതിയുടെ തല മാറ്റി വെച്ചിട്ട് ഈ ആനത്തല വെച്ചത് ഒരു സ്യൂഡോ സയൻസ് ആണ് എന്ന് ആളുകൾ അറിയണം എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതേ ഷംസീർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതേ ഷംസീർ അതാണ് പറയാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞൊരു കേസുണ്ട്, അതായത് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഷംസീർ ആസ് എ സ്പീക്കർ, ഓക്കെ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ സലീം കുമാർ പോലുള്ള ഒരു വ്യക്തി വന്നിട്ട് മിത്ത് കാശ് എടുക്കുന്നുണ്ടല്ലോ അമ്പലത്തിൽ എന്നുള്ള ചോദ്യം പലയിടത്തുനിന്നും വരും. ഓക്കെ, പിന്നെ വേറൊരു വേദിയിൽ ചെന്നിട്ട് മറ്റേ ഈ സ്വർഗം ആ ഒരു ടോക്ക് അങ്ങനത്തെ സാധനങ്ങൾ, അപ്പം അതൊക്കെ വരുമ്പോൾ ദിസ് വിൽ ഫയർ അപ്പ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇപ്പം നമ്മൾ ജനങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്ലേ ഗ്രൗണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് BJP ക്കാണെങ്കിലും കോൺഗ്രസ്സിനാണെങ്കിലും ഒക്കെ ഒരു പ്ലേ ഗ്രൗണ്ട്. ആ പ്ലേ ഗ്രൗണ്ടിലിട്ട് തട്ടുകയാണ് മതം. ഇപ്പോൾ മതം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹൂവർ ആര് വന്നാലും മതമാണ് തട്ടുന്നത്. ഇത് ചിലപ്പോൾ ഗോളാവും, ചിലപ്പോൾ പോസ്റ്റിൻ്റെ പുറത്ത് പോകും. ഏത് പോസ്റ്റിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചിലപ്പോൾ ഗോളാവും, ചിലപ്പോൾ പോസ്റ്റിൻ്റെ പുറത്ത് പോകും. നമ്മൾ സാധാരണക്കാർ കാണികളിരുന്ന് കൈയടിക്കുക എന്നുള്ള പരിപാടിയെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ട ആവശ്യമില്ല. ഇവർ കളിക്കട്ടെ. നമുക്ക് എപ്പോഴാണ് കളിക്കാനുള്ള സമയം എന്നറിയോ? നമ്മളെ കയ്യിൽ മറ്റേ മഷി ഇടാനുള്ള സമയമാകുമ്പോൾ അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാം. ഇവരൊക്കെ മാറ്റി മറ്റേ സ്റ്റേജ് കയറ്റിയിരുത്തിയിട്ട് നമ്മൾ കളിക്കാം. ജനങ്ങൾ കളിക്കുമ്പോൾ ഇവർ കണ്ടിരിക്കട്ടെ. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബുദ്ധിപരമായിട്ടുള്ള കാര്യം. അല്ലാതെ ഇവർ പറയുന്നത് കേട്ടിട്ട് നാളെ ഒരു മുസ്ലിമിനെ കണ്ട ഒരു ഹിന്ദു അത് ഇങ്ങനെ കാട്ടിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ മുസ്ലിം ഒരു ഹിന്ദുവിനെ കണ്ട അത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെ കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെയല്ല. നമ്മൾ ജനങ്ങൾ, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ മുസ്ലിം ഉണ്ടാവും, ഇപ്പുറത്തെ വീട്ടിൽ ഹിന്ദു ഉണ്ടാവും, ഇപ്പുറത്തെ വീട്ടിൽ ക്രിസ്ത്യൻ ഉണ്ടാവും. നമ്മളൊക്കെ ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാർ കേരളത്തിൽ മലയാളികൾ ജീവിക്കുന്നു. അത്ര തന്നെ. രാവിലെ പണിക്ക് പോകണം, വൈകുന്നേരം തിരിച്ചു വരണം, വേറെ എന്തെങ്കിലും പണിയെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, വീട്ടിലേക്ക് അരി മേടിക്കണം, തിന്നണം, കഴിയണം, കുറച്ച് എൻജോയ് ചെയ്യണം. നമുക്കിതിൻ്റെ പേരിൽ തല്ലുപിടിക്കാനും ചാവാനൊന്നും സമയമില്ല. നമ്മൾ സ്വയം വിശ്വസിച്ചാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഇല്ല ഇവർക്ക് വേണ്ടി തല്ലാനും കുത്താനും ചാവാനും ഇനി നടക്കുകയാണെങ്കിൽ നടക്കാം. അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെയും നടക്കാം. ഒരു ഉപകാരം ഉണ്ടാവില്ല അവർക്കൊന്നും. ജീവിതം പോവും, വീടും കുട്ടിച്ചോറാവും. നേതാക്കന്മാരുടെ വീട്ടിലെ മക്കളൊക്കെ ഫോറിൻ കൺട്രീസിൽ പോയി പഠിച്ച് നാളെ ബെൻസ്, BMW, പോർഷെ, ഫെറാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചുറ്റി നടക്കും. ദുബായിൽ ബുർജ് ഖലീഫയിലെ ഫ്ലാറ്റിൽ താമസിക്കും. നേതാക്കന്മാർ വളരും, അണികൾ ചത്തു വീഴും. അത്രേ ഉണ്ടാവുള്ളൂ ഇവിടെ.